നമ്മുടെ കൂടെയുള്ളത് മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ്, അതുപോലെ തന്നെ ഇന്ത്യ അറിയപ്പെടുന്ന മതപണ്ഡിതനൊക്കെ ആയിട്ടുള്ള അബ്ദുൾ സമദ് സമദാനിയാണ്. അദ്ദേഹം ഒരു ഭരണമാറ്റം ഇവിടെ ഉണ്ടാവുമെന്ന് ഇവിടെ യോഗത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് ഭരണമാറ്റത്തിന് കാരണമായിട്ട് താങ്കൾ കാണുന്നത്? ഭരണമാറ്റത്തിന് കാരണമായിട്ട് കാണുന്നത് കഴിഞ്ഞ 10 കൊല്ലത്തെ തകർച്ച, അതിൽ ജനങ്ങൾക്കുള്ള അടങ്ങാത്ത അസംതൃപ്തി. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ പറയുന്നൊരു വാക്കാണ് ഈ ആൻറ്റി ഇൻകംബൻസി. താങ്കൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. ഭരണവിരുദ്ധ വികാരത്തെ ഉദ്ദേശിക്കാനാണ് ആ വാക്ക് പ്രയോഗിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഇടതുമുന്നണിയുടെ ഒരു ഭരണത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജനങ്ങൾ ആകമാനം കാണുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ വാക്ക് കൊണ്ട് നമുക്ക് അർത്ഥമാക്കാൻ സാധിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം വളരെ പ്രകടമാണ്. ആളുകൾക്ക് മടുപ്പാണ്. പല രംഗങ്ങളിലും തകർച്ചയാണ്. ജീവിതത്തിൽ, തൊഴിൽ രംഗത്ത്, വ്യവസായ രംഗത്ത്, ചെറുപ്പക്കാരിൽ, കർഷകരിൽ, തൊഴിലാളികളിൽ, പെൻഷൻ വാങ്ങുന്ന വയോധികരിൽ വരെ, പിന്നെ പല രീതിയിലുള്ള പുതിയ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നാട് മാറുകയാണ്, ജനങ്ങളും മാറുകയാണ്. അതിനനുസരിച്ച് ജനങ്ങളെ ചേർത്ത് പിടിക്കാനോ അവർക്ക് ആശ്വാസം കൊടുക്കാനോ ഉള്ള ഒരു പദ്ധതിയിലേക്കൊന്നും അല്ലല്ലോ അടുത്ത കാലത്ത് പോയത്. അപ്പോൾ അത് തീർച്ചയായും ജനമനസ്സിലുണ്ട്. അതുകൊണ്ട് അവർ മാറ്റം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഇതിൽ ഓരോ സമയത്ത് ഓരോ അജണ്ട വരാറുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നൊരു അജണ്ട അത് UDF ആണ് കൂടുതലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ BJPയും അതുപോലെ തന്നെ CPMും തമ്മിൽ ഒരു ഡീലുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം പറഞ്ഞു. പിന്നെ ഇപ്പോൾ SDPIയും ഞാൻ അത്തരം രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ഇവിടെ വെച്ച് പ്രതികരിക്കുന്നില്ല. അതൊക്കെ UDFന്റെ നേതാക്കൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. UDF അല്ല, അത് പറഞ്ഞിട്ടുണ്ടല്ലോ, പറയേണ്ടവർ പറയുന്നുണ്ടല്ലോ. UDF നേതാക്കൾ പറഞ്ഞെന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട്. അവർ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം അത് അവരാ പറഞ്ഞതിനെ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യക്രമം എന്ന് പറയുന്നത് 10 കൊല്ലത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് ജനവികാസത്തിനും ജനക്ഷേമത്തിനും ആവശ്യമായിട്ടുള്ള ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ശബരിമല പോലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായും അതൊക്കെ അതിൽ പെട്ടു. തെരഞ്ഞെടുപ്പിലേക്ക് മറ്റ് താങ്കൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഇതിന് മാത്രമേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.